ലക്ഷ്മി നാരായണൻ. നമസ്കാരം. നമ്മളിന്ന് നിൽക്കുന്നത് കടത്തനാട്ടിലാണ്, ലോകനാർക്കാവിലെ അമ്മേൻ്റെ മുന്നിലാണ്. എനിക്കറിയാം, ഇവിടെ തച്ചോളി ഉദയനിലൂടെയും നമ്മൾ തച്ചോളി മാണിക്കോട് തറവാടിലെ തച്ചോളി ഉദയനിലൂടെയും ഉണ്ണിയാർച്ചയിലൂടെയും ആരോമൽ ചേകറിലൂടെയും ചന്തുവിലൂടെയൊക്കെ എല്ലാവർക്കും പരിചിതമായ ലോകനാർക്കാവിൽ, ആ ലോകനാർക്കാവിലെ അമ്മയുടെ തിരുസന്നിധിയിൽ നമ്മൾ നിൽക്കുന്നത്. നമ്മളിവിടെ ഇന്ന് വന്നതിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. ഇതിന് മുന്നേ നമ്മൾ വന്നിട്ടുണ്ട്. ഞാൻ കളിച്ച് ജനിച്ച് വളർന്ന നാടാണ്. ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ കളിക്കൂട് തന്നെ റിജു. ഓക്കെ. അപ്പം ഇന്ന് വേറൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. എൻ്റെ പഴയൊരു കൂട്ടുകാരനെയും കൂടി എനിക്ക് ഇവിടെ നിന്ന് കിട്ടി, രാംപ്രസാദ് എന്നെ തിരിച്ചറിഞ്ഞു. അതിലേ ഭയങ്കര സന്തോഷം. കാരണം +2 വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് രാംപ്രസാദിൻ്റെ മുഖേ ഓർമ്മയില്ല. നിങ്ങൾക്ക് കാണാം, ഇത് ലോകനാർക്കാവിൻ്റെ സന്നിധി. അവിടെ കളരിയുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. ഞാൻ പറഞ്ഞ പോലെ നമ്മളിവിടെ വരാനൊരു കാരണമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ഒരു 4-5 വട്ടമായി, കഴിഞ്ഞ 4 ആഴ്ചകളിലായി, അതായത് 3 ഞായറാഴ്ചകളിലും 1 തിങ്കളാഴ്ചയായി നമ്മൾ ജസ്റ്റിസ് ഫോർ കൊൽക്കത്ത ഡോട്ടർ, ജസ്റ്റിസ് ഫോർ ഹ്യൂമാനിറ്റി എന്ന പേരിൽ റാലി നടത്തുന്നുണ്ട്. അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം AKG ഹോസ്പിറ്റലിലെ പാത്തോളജിസ്റ്റ് ഡോക്ടർ രജനി മാഡം നടത്തി. ഡോക്ടർ സ്വാതി ഷെറീനെല്ലാം അതിൽ പങ്കാളിയായി. ഒരുപാട് പേരുകൾ സ്വമേധയായും എല്ലാവരും അതിലെല്ലാം പങ്കാളികളായി. അപ്പം ആ റാലിയുടെ രണ്ടാമത്തെ, കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഏറ്റവും വലിയ കിട്ടിയ അനുഗ്രഹം ഇന്ത്യൻ ആർമിയിൽ സേവനം അനുഷ്ഠിച്ച ഡോക്ടർ ലഫ്റ്റനൻറ്റ് കേണൽ സോണിയ ചെറിയ മാഡം ആണ് റാലി ഫ്ലാഗ് ഓഫ് ചെയ്തത്. അതേപോലെ അതിൻ്റെ 5ാമത്തെ റാലി, അതായത് ഈ വരുന്ന നാളെ 8-ാം തീയതി, സെപ്റ്റംബർ 8-ാം തീയതി ഞായറാഴ്ച രാവിലെ നമ്മൾ കണ്ണൂർ ജില്ലാ ഹോസ്പിറ്റൽ മുതൽ കണ്ണൂർ കോട്ട വരെ നടത്തുന്നുണ്ട്. അപ്പം ഇത്തവണത്തെ റാലി കഴിഞ്ഞാലും നമ്മൾ സൈക്ലിംഗ് പ്ലസ് നടത്തം പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിങ്ങനെ വരുമ്പം നമ്മൾ കുറച്ച് പേർക്ക് സൈക്ലിങ്ങും നടത്തും രണ്ടും ആ പേസ് മാച്ച് ആകുന്നില്ല, ആ ഫ്ലോ കിട്ടുന്നുണ്ടായില്ല. അപ്പം പേസ് കിട്ടുന്നുണ്ടായില്ല. കഴിഞ്ഞ പ്രാവശ്യം 4ാമത്തെ ദിവസം വൈകിട്ട് പയ്യാമ്പലത്ത് വെച്ച റാലിയിൽ കാനന്നൂർ സൈക്ലിംഗ് ടീമിൻ്റെ പല മെമ്പേഴ്സും വന്നെങ്കിൽ കൂടി അവർക്ക് മഴയുള്ള കാരണം നമുക്കും പുലിമുക്ക് സൈക്ലിംഗ് ക്ലബ്ബിലെ ആളുകൾക്കും സൈക്കിൾ എടുക്കാൻ പറ്റിയില്ല അന്ന്. പക്ഷെ നമ്മൾ നടന്നു, ഉള്ള ആൾക്കാർ, കുറച്ച് ആൾക്കാർക്ക് മഴ കാരണം വരാൻ പറ്റിയില്ലെങ്കിൽ കൂടി നമ്മൾ ഉള്ള ആൾക്കാരെ വെച്ച് നടന്നു. അപ്പോൾ അതിൻ്റെ 5ാമത്തെ പതിപ്പ്, 5ാമത്തെ റാലി ജസ്റ്റിസ് ഫോർ ഡോട്ടേഴ്സ്. നമ്മൾ ആദ്യം ജസ്റ്റിസ് ഫോർ കൊൽക്കത്ത ഡോക്ടർ എന്ന് തുടങ്ങി, പിന്നെ ജസ്റ്റിസ് ഫോർ കൊൽക്കത്ത ഡോട്ടർ എന്നാക്കി, പിന്നെ ജസ്റ്റിസ് ഫോർ കൊൽക്കത്ത ഡോട്ടർ പ്ലസ് ജസ്റ്റിസ് ഫോർ ഹ്യൂമാനിറ്റി, മാനവരാശിക്ക് വേണ്ടി അല്ലെങ്കിൽ മനുഷ്യത്വത്തിന് വേണ്ടി നമ്മൾ നടക്കുന്നു, റാലി ചെയ്യുന്നു, സൈക്കിൾ ചവിട്ടുന്നു. അപ്പം ഇപ്പോഴുള്ള നമ്മളെ മോട്ടോ അല്ലെങ്കിൽ ഹാഷ്ടാഗ് ജസ്റ്റിസ് ഫോർ ഡോട്ടേഴ്സ് എന്നാണ്. ഭൂമിയിലെ എല്ലാ പെൺകുട്ടികൾക്ക് വേണ്ടി, അമ്മമാർക്ക് വേണ്ടി, സഹോദരിമാർക്ക് വേണ്ടിയിട്ട്, മക്കൾക്ക് വേണ്ടിയിട്ട്, പെൺമക്കൾക്ക് വേണ്ടിയിട്ട്, അത് കൂടാതെ ഹ്യൂമാനിറ്റി, ആൺകുട്ടികൾക്കും പെൺകുട്ടികളെ മാത്രമല്ല പീഡനം ചെയ്യുകയാണ്, ആൺകുട്ടികളും. ഇപ്പം ഗാസയിലെടുത്ത് നോക്കിയാലും എല്ലായിടത്തും, അല്ലെങ്കിൽ മ്യാൻമറിൽ റോഹിംഗ്യാസിൻ്റെ കാര്യം എടുത്തു നോക്കിയാലും എല്ലായിടത്തും, കാബൂളിലെടുത്ത് നോക്കിയാലും എല്ലാ എല്ലായിടത്തും പ്രശ്നങ്ങൾ, ഉക്രൈനിലെടുത്ത് നോക്കിയാലും എല്ലായിടത്തും പ്രശ്നങ്ങൾ ഏർപ്പെടുന്നു. ഇവർക്കെല്ലാം ഐക്യദാർഢ്യം എന്ന പേരിൽ ജസ്റ്റിസ് ഫോർ ഡോട്ടേഴ്സ്, ജസ്റ്റിസ് ഫോർ ഹ്യൂമാനിറ്റി എന്ന പേരിൽ നമ്മൾ നാളെ, അതായത് സെപ്റ്റംബർ 8-ാം തീയതി രാവിലെ 6 മണിക്ക് കണ്ണൂർ ജില്ലാ ഹോസ്പിറ്റൽ മുതൽ കണ്ണൂർ കോട്ട വഴി കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ 6 മണി മുതൽ 7 മണി വരെ ആണ് റാലി. സൈക്കിൾ റാലിയാണ്. നമ്മൾ നിശബ്ദമായ പ്രതിഷേധം, ഇതുവരെയുള്ള ഒരു റാലിയിലും നമ്മൾ മൈക്കും ഒന്നും ഉപയോഗിച്ചിട്ടില്ല. നിശബ്ദമായ പ്രതിഷേധം. വരുന്നവരെല്ലാം ഒന്നെങ്കിൽ കറുത്ത വസ്ത്രം അല്ലെങ്കിൽ വെളുത്ത വസ്ത്രം, ഇതാണ് നമ്മൾ പ്രതിഷേധം. അപ്പം നാളെ എല്ലാവർക്കും വരാം. ജാതി മത ഭേദമന്യല്ല, ലിംഗഭേദമില്ല. ഈവൻ ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റീനെ വരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അവരും ഇതിൽ പങ്കാളികളാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഔദ്യോഗികമായിട്ട് ഇന്നും വീണ്ടും നമ്മൾ അവരെ കാണും വൈകിട്ട്. അപ്പം അവരൊക്കെ പങ്കാളിയല്ലേ. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വരാൻ താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും. ഇപ്പം സൈക്കിൾ ഇല്ലാത്തവർക്ക് നമ്മളെ കൂടെ വെറുതെ നടക്കുകയും ചെയ്യാം. വേണമെങ്കിൽ സൈക്കിൾ വേണ്ടുന്നവർക്ക് നമ്മളോട് പറഞ്ഞാൽ നമ്മൾ അത് അറേഞ്ച് ചെയ്യാനും ശ്രമിക്കാം. ഇത് നമ്മളെ കടത്തനാടൻ കളരിത്തട്ടാണ്. ഇത് രാവിലെയും വൈകിട്ടാണ് കളരി ഉള്ളത്. നാളെ രാവിലെ 7 മണി മുതൽ 8:30 വരെ ഇവിടെ പച്ചക്കട്ടൽ ചടങ്ങുണ്ട്. നമുക്ക് പറ്റുവാണെങ്കിൽ 7 മണിക്ക് റാലി കഴിഞ്ഞതിന് ശേഷം പറ്റാവുന്നവർ
ഇവിടെ വന്ന് കളരി കച്ചകെട്ടൽ ചടങ്ങ് നമുക്ക് സാക്ഷ്യം വഹിക്കാം. നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹം ഈ തവണ കിട്ടിയത് നാളത്തെ റാലി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് VKM കളരിയിലെ പത്മനാഭൻ ഗുരുക്കളുടെ പ്രിയ ശിഷ്യയായ അഹല്യ പുണ്യത്തങ്കത്തെല്ലാം വന്നിട്ടുണ്ട്. മുൻപേ അഹല്യയുടെ വയറ്റ് കാണുമ്പം ജനങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് പുണ്യത്തങ്കല്ല പുണ്യത്തെ തങ്കാണെന്ന് പറയുന്നുണ്ട്. അപ്പം അഹല്യയാണ് നമ്മളുടെ നാളെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. കൂടെ അശ്വിനും ശ്രീകാന്തും 2 അഹല്യയുടെ ശിഷ്യന്മാരും അനിയന്മാരും വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവരെയും ഹാർദമായി നമ്മൾ സ്വീകരിക്കുന്നു. അപ്പം ജസ്റ്റിസ് ഫോർ കൊൽക്കത്ത ഡോട്ടർ, ജസ്റ്റിസ് ഫോർ ഡോട്ടർ, ജസ്റ്റിസ് ഫോർ ഹ്യൂമാനിറ്റി. അപ്പം നാളെ കാണാം. നന്ദി, നമസ്കാരം.